നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 299 299. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27 24 ശ്ലോകമാണെന്ന് പറയേണ്ടത്. ഭുക്തഭോഗാ പരിത്യക്ത്വാ ദൃഷ്ടദോഷാ ച നിത്യശാ ന ഈശ്വരസ്യ ശുഭം അശുഭം ദത്തേ സ്വേ മഹിംനി സ്ഥിതസ്യ ച. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഭുജിക്കപ്പെട്ട സുഖദുഃഖങ്ങളോട് കൂടിയതും എല്ലായ്പ്പോഴും കാണപ്പെട്ട ദോഷത്തോടു കൂടിയതും തീരെ ഉപേക്ഷിക്കപ്പെട്ടതുമായ ആ അവിദ്യാരൂപിണിയായ മായ സ്വന്തമായ മഹിമയിൽ ഇരിക്കുന്ന സ്വതന്ത്രനായ പുരുഷന് അമംഗളത്തെ ജനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. കുറച്ച് ഡെപ്തിലുള്ള അർത്ഥമാണ് ഇതിൻ്റെ. പ്രകൃതിയുടെ കാര്യങ്ങളായ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ആ വൃത്തികളും പ്രകൃതിയും സുഷുപ്തിയിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിലും ജാഗ്രതാവസ്ഥയിൽ വീണ്ടും ഉദ്ധാനം ചെയ്ത് പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങളിൽ ജീവനെ ഏർപ്പെടുത്തുന്നത് പോലെ സമാധിയിൽ നിന്നുണരുമ്പോൾ വീണ്ടും പ്രകൃതി പുരുഷനെ ബാധിക്കയില്ലയോ എന്ന് ശങ്കിക്കേണ്ട. ബാധിക്കില്ല. കാരണം സമാധിയിൽ പോകണമെന്നുണ്ടെങ്കിൽ വൈരാഗ്യം വരണം. വൈരാഗ്യം വന്നാൽ വേര് കളഞ്ഞാൽ സ്കന്ധം വളരാത്തതുപോലെ പരമക്ഷയോ വേറെ അർത്ഥാൽ തുളസി പിന്നെ തുളസിയുടെ ഇല വരില്ല. പിന്നെ അതേപോലെയാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു, സുഷുപ്തിയിൽ ഗുണങ്ങളും വിഷയങ്ങളും നിദ്ര നിമിത്തം ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പറയണു നിദ്രാനാശത്തിൽ വീണ്ടും പുറപ്പെടും. അതായത് ഉറക്കത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് വന്നാൽ വീണ്ടും മായ വരികയും. സമാധിയിൽ അങ്ങനെയല്ല. അവിദ്യയാകുന്ന അന്ധകാരം വിദ്യയാകുന്ന പ്രകാശം നിമിത്തം തീരെ ഇല്ലാതായി. പണ്ടൊക്കെ ഈ പൂരങ്ങൾക്ക് എന്താ പറയുക, തീ കൊളുത്താറായ ഒരു വെള്ള പൂക്കുറ്റി കത്തിക്കും. അതായത് അത് കത്തിയാൽ ആകെ വെള്ളം, ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയിക്കൊള്ളണം എന്നാണ്. ഗ്രീൻ സിഗ്നൽ മാതിരിയാണ്. മനസ്സിലായില്ലേ? അതേപോലെയാണ് ഇരുട്ടിനെ ഇല്ലാതെ ഉണ്ടാക്കാൻ വെളിച്ചത്തിന് സാധിക്കും. പക്ഷെ വിളക്ക് കെട്ടാൽ ഇരുട്ട് പിന്നെയും വരും. പക്ഷേ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രഭ ഒരിക്കൽ റിയലൈസ് ചെയ്താൽ, കാരണം മായയ്ക്ക് 2 അവസ്ഥകളാണ്. എന്താണ്? ഒന്ന് ആവരണം മാറ്റിയാൽ പിന്നെ ഇല്ല അത്. പിന്നെ വിക്ഷേപം, ഇളകിനുണ്ടോ തോന്നൽ. ഈ 2 കൂടെ മാറ്റിയാൽ പിന്നെ സുസ്ഥിരമായിട്ട്. അതുകൊണ്ടാണ് ഉറങ്ങിയതിൻ്റെ ശേഷം പിന്നെ എന്താ പറയുക, ജാഗ്രത അവസ്ഥയിലേക്ക് ഉണർന്നു വന്നാലും പിന്നെ അവിദ്യ നമ്മളെ ബാധിക്കില്ല. അതാണ് അവിദ്യയാകുന്ന അന്ധകാരം വിദ്യയാകുന്ന പ്രകാശം നിമിത്തം തീരെ ഇല്ലാതായി. ഇനി രണ്ടാമതുണ്ടാവുകയില്ല എന്നുപദേശിക്കുന്നു. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതാവസ്ഥയെ പ്രാപിച്ചാലും പുരുഷൻ വിവേകിയായി ഭവിച്ചിരുന്നില്ല. അതായത് ഈ ജീവന് വിവേകം വരാത്തിടത്തോളം കാലം അന്ധകാരം പോവില്ല. അതായത് മറവ് മാറ്റാതെ കണ്ട് തിരശീല മാറ്റാണ്ട് രംഗസംവിധാനം എങ്ങനെ നമ്മളറിയാം. ഇപ്പോൾ ആകട്ടെ പുരുഷൻ വിവേകമുള്ളവനായി ഭവിച്ചു. എങ്ങനെ? ഭാഗവതം തത്വങ്ങൾ മനസ്സിലാക്കുക. അതന്നെ ജന്മജന്മാന്തര സംസ്കാരം നിമിത്തം
ഒരു ജന്മത്തെ 2 ജന്മത്തൊന്നുമല്ല, അനേകം ജന്മത്തെ പുണ്യം ഉണ്ടായാലേ ഈ ഭാഗവത ഗ്രന്ഥം തുറക്കാൻ പറ്റുള്ളൂ. തുറന്നാൽ അത് വായിക്കണം എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ ശ്ലോകം വായിച്ച് കഴിയും. പിന്നെയും സീരിയസ് ആക്കി പഠിച്ചാൽ മാത്രമേ അതിൻ്റെ വേദോക്തപരമായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ പഠിക്കാനും അത് അവിസ്മരണീയമായ രീതിയിൽ മനനം ചെയ്യാനും ആ രീതി കൂടെ നിർഗുണനായിരിക്കുന്ന ഭഗവാനെ നിരാകാരത്തിൽ എല്ലാറ്റിലും ഏതിലും എന്തിലും എപ്പോഴും കാണാൻ സാധിക്കും ചെയ്താൽ പിന്നെ അവന് അധപ്പതനമില്ല. അപ്പോൾ പറഞ്ഞു, അതെ, ജന്മജന്മാന്തര സംസ്കാരം നിമിത്തം പ്രകൃതികാര്യങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ചതുകൊണ്ട് അനുഭവപ്പാൻ ബാധ്യതപ്പെട്ട സ്വർഗനരക ലോകങ്ങളിൽ നിന്ന് സിദ്ധിക്കാവുന്ന സുഖദുഃഖങ്ങളും അനുഭവവും അതിൽ തീരെ വൈരാഗ്യവും ജനിച്ചു കഴിഞ്ഞു. വൈരാഗ്യം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നോക്കം പോണ്ട. പുണ്യവും പാപവും തന്നിമിത്തം ലഭിക്കുന്ന സ്വർഗവും നരകവും ഒരുപോലെ അനിത്യങ്ങളും അനർത്ഥാവഹങ്ങളുമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അത് നിമിത്തം ആ വക അനർത്ഥങ്ങളും കാരണമായ പ്രകൃതിയോടുള്ള ബന്ധത്തെ തീരെ പരിത്യജിച്ചപ്പോൾ പ്രതിബന്ധങ്ങളുടെ നാശം നിമിത്തം ആത്മാവിൻ്റെ ആനന്ദമാകുന്ന ഐശ്വര്യം അനുഭവപ്പെട്ടു. അതിലുറച്ചിരിക്കുന്ന പുരുഷൻ ഇപ്പോൾ അവിദ്യാ കിങ്കരനല്ല, ദാസനല്ല, പ്രഭുവായി മാറി. എന്നാൽ അത് ദ്വൈതത്തിൽ അദ്വൈതത്തിന് 2 അവസ്ഥയുണ്ട്. അതെങ്ങനെ? ഈ അഹം ബ്രഹ്മാസ്മി ആവണ വരെ ഭഗവാനോട് പറയണം ഭക്തദാസനാണ്, ഭഗവാന്റെ ദാസനാണ് ഞാൻ. പക്ഷെ ഭഗവാന്റെ ഗുണങ്ങൾ വന്ന് അഹങ്കാരം വരാണ്ട് നോക്കും വേണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. സമഷ്ടി വൈഭവം പരമാത്മാവ്, വ്യഷ്ടി വൈഭവം പരമാത്മാവിൻ്റെ അംശം. കാരണം പൂർണ്ണത ലഭിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ അവശേഷിക്കുന്നതും പൂർണ്ണം. അപ്പോൾ ആ പൂർണ്ണാവസ്ഥയെ സമാധിയിലിരിക്കാൻ സാധിക്കുന്നവർ പരിപൂർണനല്ല. സമാധി അനുഭവിക്കാൻ തുടങ്ങിയ പൂർണ്ണത്വമായി. അപ്പോൾ പറഞ്ഞു, ദാസനായിരിക്കുന്ന കാലത്തിൽ ഉപദ്രവമേൽപ്പിച്ചിരുന്ന പ്രകൃതി ഈശ്വരനായിരിക്കുന്ന ഈ പുരുഷൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പോലും സമർത്ഥവുമല്ല. അതിനാൽ ജന്മമരണ രൂപമായ അശുഭത്തെ രണ്ടാമത് ജനിപ്പിക്കുന്നതിന് സമർത്ഥവുമല്ല. അതിനാൽ വൈരാഗ്യ ഭക്തി ജ്ഞാന സാധനങ്ങളുടെ സമ്പത്തി നിമിത്തം നശിച്ചുപോയ പ്രകൃതിയുടെ ഉദ്ധാനത്തെക്കുറിച്ച് ശങ്കിക്ക പോലും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതിനെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം കൂടെ, അജാമിള മോക്ഷം എന്നുള്ളതിൽ അജാമിളൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ അച്ഛൻ്റെ നിത്യ നിദാനങ്ങൾക്ക് ചമത പൊറുക്കാൻ വേണ്ടി കാട്ടുപോയി എന്നാണ് കഥ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു തരുണി മദ്യപാനം ചെയ്ത ഒരു ശൂദ്രനുമായിട്ട് വ്യവഹരിക്കുന്നത് കണ്ടു എന്നാണ്. നേരെ മറിച്ച് അപ്പോൾ സംസർഗദോഷം ഉണ്ടായിട്ടുള്ളത് അജാമിളന്. നേരെ മറിച്ച് അദ്ദേഹം ചമത പറിച്ച് ഏതെങ്കിലും ബ്രാഹ്മണകുമാരന്മാർ ഏതോ അടുത്തുള്ളൊരു പർണശാലയിൽ നിന്ന് തൻ്റെ ഗുരുനാഥന് വേണ്ടി തന്നെപ്പോലെ ചമത പൊറുക്കുന്ന ഒരാളെയാണ്, ഒരു 2-3 ആൾക്കാരെയാണ് കണ്ടതെന്ന് വിചാരിക്കുക. അവർ സൗഹാർദ്ദത്തിലായി. അവർ ചിലപ്പോൾ ഇദ്ദേഹത്തിനെ ഗുരുനാഥനിലേക്ക് കൊണ്ടുപോയാൽ ചിലപ്പോൾ ബ്രഹ്മോപദേശം കിട്ടിയിട്ട് അദ്ദേഹം വളരെ വലിയ ആളാവാൻ സാധിച്ചിരുന്നു. പരമശയോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും നമ്മൾക്കും ആഗ്രഹിച്ചുകൂടെ? അപ്പോൾ നമ്മുടെ വ്യാസഭഗവാൻ എന്തു ചെയ്തു? നമ്മളിൽ വൈരാഗ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തരുണിയുടെ അടുത്തേക്ക് എത്തിച്ചതും മദ്യപാനം കാണിക്കണതും ഒക്കെ. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ നമ്മൾ എത്തപ്പെട്ടാലും അവിടുന്ന് തിരിച്ചു വരാനുള്ള ഒരു കാര്യക്ഷമമായ ഒരു വൈരാഗ്യ ബുദ്ധി നമ്മളിൽ, ദൃഢഭക്തി എന്നാണ് പറയുക. ഭക്തിയിൽ ദൃഢത വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ. അത് എന്തോ അങ്ങനെ തോന്നി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്കത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ശ്ലോകം 25. യഥാ ഹി അപ്രതിബുദ്ധസ്യ പ്രസ്വാവോ ബഹ്വനർത്ഥഭൃത് സയേവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ. 25. യഥാ ഹി അപ്രതിബുദ്ധസ്യ പ്രസ്വാവോ ബഹ്വനർത്ഥഭൃത് സയേവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ. 26. യഥാ ഹി അപ്രതിബുദ്ധസ്യ പ്രസ്വാവോ ബഹ്വനർത്ഥഭൃത് സയേവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ.
ഉണരാതെ കിടക്കുന്നവൻ്റെ സ്വപ്നദർശനം എപ്രകാരം ബഹുവിധ അനർത്ഥങ്ങളെ ജനിപ്പിക്കുന്നുവോ. അനർത്ഥങ്ങളാണ്, ആന കുത്താൻ വരണു അല്ലേ, കുതിര ചവിട്ടാൻ വന്നു എന്നൊക്കെ തോന്നും, കടിക്കാൻ വന്നു എന്നൊക്കെ തോന്നും. ആ സ്വപ്നം തന്നെ നന്നായി ഉണർന്നിരിക്കുന്നവന് പരിഭ്രമത്തിനായിക്കൊണ്ട് സമർത്ഥമായി ഭവിക്കുന്നില്ലെന്നുള്ളത് സുപ്രസിദ്ധമല്ലയോ അല്ലേ. ഏതാ സുപ്രസിദ്ധം? വൈകാരികമായിട്ട് പറയുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ എന്ത് വന്നാലും അതിന് പരിഹാരമുണ്ട്. വെള്ളം എരച്ച് വരികയാണ് വിചാരിക്കുക, ഉയർന്ന ഭാഗത്തേക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും. നേരത്തെ സ്വപ്നത്തിലെ വെള്ളപ്പൊക്കത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിച്ചു പോയി പറ്റുള്ളൂ. അമ്മ അച്ഛ രക്ഷിക്കണേന്ന് പറഞ്ഞ് കരയാനേ പറ്റുള്ളൂ നമുക്ക്. അതാണ് ഈ ജാഗ്രതാവസ്ഥയും സുഷുപ്തിയും അതെ സ്വപ്ന ദർശനവും കൂടിയിട്ടുള്ള വ്യത്യാസം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അവിവേകിയായിരുന്ന സമയം അവിവേകി ആവുമ്പോൾ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് കൂത്താടും. വിവേകം വന്നാലോ ലജ്ജയായി ഓടിപ്പോവും. അവിവേകിയുടെ മുണ്ട് ഉരിഞ്ഞു പോയാലും അവൻ അറിയില്ല, അവൻ അവിവേകിയാണ്, അത്രയേ ഉള്ളൂ. അതായത് മദ്യത്തിന് ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥ അത് ആവരുത് 1000 പ്രാവശ്യം ഞാൻ പറയാം. അപ്പോൾ പറഞ്ഞു, അവിവേകിയായിരുന്ന സമയം അനർത്ഥഹേതുവായിരുന്ന പ്രകൃതി വിവേകിക്ക് അനർത്ഥഹേതുവായിരിക്കുന്നില്ലെന്നുള്ള സംഗതിയെ ലൗകികമായ ദൃഷ്ടാന്തങ്ങൾ താൽ ബലമായി ബോധിപ്പിക്കുന്നു. എങ്ങനെ? ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ കാണുന്ന സ്വപ്നം അപ്പോൾ ഭയസന്തോഷാദി ഭാവങ്ങളെ ജനിപ്പിക്കുന്നുവെങ്കിലും, ലോട്ടറി അടിച്ചാൽ സന്തോഷം, ആന കുത്താൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഭയം അല്ലേ, ജനിപ്പിക്കുന്നുവെങ്കിലും ഉണർന്നതിൻ്റെ ശേഷം സംസ്കാരവശാൽ, ആ ഒരു വാക്ക് സംസ്കാരവശാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരാധീനത്തിന് പ്രവർത്തിച്ചതിൻ്റെ കാരണമായിട്ട് ഓർമ്മയിൽ വരുന്ന അതേ സ്വപ്നകാര്യം ഭയസന്തോഷാദി ഭാവങ്ങളെ ജനിപ്പിക്കുന്നില്ലെന്നുള്ളത് നിത്യ അനുഭവമല്ലയോ. അതുപോലെ അജ്ഞാനാവസ്ഥയിൽ ജനന മരണ ക്ലേശമൂലകാരണമായ പ്രകൃതി ജ്ഞാനോദയാനന്തരം ആ വക അനർത്ഥങ്ങളെ ജനിപ്പിക്കുകയില്ലെന്ന് ധരിക്കണം എന്ന് പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം. ഏവം വിദിത തത്വസ്യ പ്രകൃതിർമയി മാനസം യുജ്യതോ ന അപകുരുത ആത്മാരാമസ്യ ഗർഹചിത്. അതിൻ്റെ വാക്കാർത്ഥം പറയണു. ഇപ്രകാരം അറിയപ്പെട്ട തത്വത്തോടുകൂടിയവനും, തത്വങ്ങൾ അറിയാണ്ട് ഒരു നിവൃത്തിയില്ല. എത്ര സപ്താഹം ചെയ്തിട്ടും കാര്യമില്ല, എത്ര സപ്താഹത്തിന് വായിച്ചിട്ടും കാര്യമില്ല, എത്ര സപ്താഹം വായിച്ചിട്ടും കാര്യമില്ല. തത്വങ്ങളെ പറ്റി മനനം ചെയ്യാൻ സാധിക്കണം. മാനസത്തെ യോജിപ്പിച്ചിരിക്കുന്നവനും ആത്മാവിൽ തന്നെ രമിക്കുന്നവനുമായ പുരുഷന് മായ ഒരു കാലത്തും ദോഷം ചെയ്യുന്നില്ല. അപകാരം എന്നാണ്, ഉപകാരം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. അപകാരം ചെയ്യുന്നില്ല, ദോഷം ചെയ്യുന്നില്ല. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ശാക്തേയം, അതായത് അമ്മ ദൈവങ്ങളെ കെട്ടിയാടുക അല്ലെങ്കിൽ പൂജിക്കുക. അപ്പോൾ ആത്മാരാമത്വമുള്ളവന് ഈ മായ ആരായിട്ട് വരും? മഹാലക്ഷ്മിയായിട്ട് തീരും. ആത്മാരാമത്വം ഇല്ലാത്തവനോ അത് തന്നെ നശിപ്പിക്കുന്ന ചുടലഭദ്രകാളിയായിട്ട് മാറും. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. സ്വപ്നാവസ്ഥയിൽ പറഞ്ഞ ദൃഷ്ടാന്തപ്രകാരം ഏതൊരു പുരുഷൻ പ്രകൃതിയുടെയും ഈശ്വരൻ്റെയും പരമാർത്ഥ അവസ്ഥയെ നന്നായി അറിഞ്ഞ ശേഷം പ്രകൃതി കാര്യങ്ങളിൽ ആസക്തിയെ തീരെ ഉപേക്ഷിച്ച്
ഈശ്വരനായ എന്നിൽ മാനസത്തെ ഉറപ്പിച്ച് സ്വരൂപാനന്ദാനുഭവത്താൽ സ്വരൂപം ആനന്ദമായി ഭവിച്ചു കഴിഞ്ഞാൽ സംതൃപ്തിയെ പ്രാപിച്ചിരിക്കുന്നുവോ ആത്മാരാമനായ ആ പുരുഷന് പുനർജന്മ മരണാദി ക്ലേശങ്ങളെ ജനിപ്പിക്കുവാൻ പ്രകൃതി സമർത്ഥയായി ഭവിക്കുന്നില്ല. അതാണ് വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു ശ്ലോകം അത്. കാരണം എന്താ, വെട്ടൊന്ന് മുറി രണ്ട് കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി 27, 28, 29 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. യദ്ദൈവമധ്യാത്മരത കാലേന ബഹുജന്മന, കാലേന കാലങ്ങളാൽ കാലം കുറിച്ചെടുക്കും. സർവത്ര ജാതവൈരാഗ്യ ആബ്രഹ്മ ഭുവനാൻ മുനി മദ്ഭക്ത പ്രതിബുദ്ധാർത്ഥോ മത്പ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാക്യം മതാശ്രയം പ്രാപ്നോതി ഇഹ അഞ്ജസാ ധീര സ്വദൃശാ ചിന്ന സംശയ യദ്ഗത്വാ ന നിവർത്തേത യോഗീ ലിംഗാത് വിനിർഗമേ. ശ്രദ്ധിച്ചോളൂ, 3 ശ്ലോകത്തിനും കൂടിയിട്ടാണ് വാക്കാർത്ഥം പറഞ്ഞത്. ബഹുക്കളായ ജന്മങ്ങളോട് കൂടിയ, അതായത് ശ്രേഷ്ഠമായ ജന്മങ്ങളോട് കൂടിയ കാലം കൊണ്ട് എപ്പോൾ ഇപ്രകാരം ആത്മാവിൽ സന്തുഷ്ടനായിട്ടും വിചാരശീലനായിട്ടും, മുനി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, മൗനം ദീക്ഷിക്കുന്നവൻ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, മനനം, വിചാരശീലനാവുക, വികാരശീലനാവരുത്. വിചാരശീലനായിട്ടും ബ്രഹ്മലോകം മുതൽക്കുള്ള ലോകങ്ങളായ സകലത്തിലും വൈരാഗ്യം ജനിച്ചവനായിട്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? ബ്രഹ്മലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠം പ്രാപ്തി, അതായത് ഭക്തിജ്ഞാന വൈരാഗ്യം, മോക്ഷം, മുമുക്ഷുത്വം ഒഴികെ വേറൊന്നിലും താല്പര്യമില്ല. കൈലാസം കാണേണ്ട ആവശ്യമില്ല, സത്യലോകം കാണേണ്ട ആവശ്യമില്ല, നേരെ ഡയറക്റ്റായിട്ട്. അപ്പോൾ എന്നിൽ പരമപ്രീതിയുക്തനായിട്ടും വേണ്ടതുപോലെ അറിഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥത്തോടു കൂടിയവനായിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്, സ്വരൂപത്തെ അറിഞ്ഞതുകൊണ്ട് സംശയം തീർന്നവനായിട്ടും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനായിട്ടും ഭവിക്കുന്നുവോ അധികരിച്ചതായ ഇൻ പ്ലെൻറ്റി, മോർ ദാൻ ഇനഫ് എന്നൊക്കെ പറയും, ഈ അധികരിച്ചതായ എൻ്റെ അനുഗ്രഹത്താൽ തൻ്റെ പരമാർത്ഥ സ്വരൂപമായും എന്നെ ആശ്രയിച്ചിരിക്കുന്നതായും കൈവല്യം എന്ന ശബ്ദത്താൽ പറയപ്പെടുന്നതുമായിരിക്കുന്ന മോക്ഷത്തെ, അപ്പോൾ കൈവല്യം മോക്ഷം ഒന്നാണ്, ഈ ജന്മത്തിൽ തന്നെ സംശയം വേണ്ട എന്നാണ്. സംശയം വേണ്ട, ഈ ജന്മത്തിൽ തന്നെ. വളരെ ശ്രദ്ധിക്കേണ്ടതാണത്. ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്തായിട്ട് പ്രാപിക്കുന്നു. കാരണത്തിൽ നിന്ന് മുക്തനായിരിക്കുമ്പോൾ യാതൊന്നിനെ പ്രാപിച്ചതിൽ പിന്നെ എന്നോട് ചേർന്നവൻ മടങ്ങുകയില്ല. ഈ യോഗി എന്നുള്ളതിൻ്റെ അർത്ഥം ഭയങ്കര വ്യത്യാസം. യോഗി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ചേർന്നവൻ എന്നാണ്, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ഉപദേശത്തെ ഉപസംഹരിക്കുകയാണ്. അധ്യായം 70, ഇത് 30 ശ്ലോകങ്ങളാണുള്ളൂ. മനസ്സിലായില്ലേ? ഈ അധ്യായത്തിലെ ഒരു ശ്ലോകം കൂടി ഉണ്ട്, നോക്കാം. ഉപദേശത്തെ ഉപസംഹരിക്കുന്നു. എങ്ങനെ? ഇപ്രകാരം ആത്മാവിൽ രമിക്കുന്നവനായിരിക്കുന്ന കാലം വരെ ഭക്ത്യാദി സാധനങ്ങളെ ആചരിച്ചു കൊള്ളണം. പിന്നെ മദ്യപാനം ചെയ്യാമെന്നോ ചൂത് കളിക്കാമെന്നോ അല്ല പറഞ്ഞത്. പിന്നെ എപ്പോഴും ബിന്ദാസായിട്ട് ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതായത് ഭഗവാനിൽ ലയിച്ചുകൊണ്ടുള്ള എന്താണെന്നാ പറയുക, ഗാനാലാപങ്ങളോ പിന്നെ ഡാൻസോ എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ താഴ്ത്തിക്ക് വരുന്ന പ്രശ്നമില്ല.
അപ്പോൾ അങ്ങനെ ബഹുജന്മങ്ങൾ കഴിയുമ്പോൾ സംസ്കാരവശാൽ ആത്മരഥനായി ഭവിക്കും. അപ്പോൾ ബ്രഹ്മലോകം വരെയുള്ള സർവ്വലോകങ്ങളിലും വൈരാഗ്യയുക്തനായിട്ട് വരും. അപ്പോൾ സർവേശ്വരനായ എന്നിൽ നിരതിശയ പ്രേമയുക്തനായിരിക്കും. അപ്പോൾ പരമപുരുഷാർത്ഥമെന്ന് പറയപ്പെടുന്നത് എന്താണെന്നുള്ള ബോധം വേണ്ടതുപോലെ ഉണ്ടാവും. അതു നിമിത്തം ബലവത്തായിരിക്കുന്ന എൻ്റെ അനുഗ്രഹം ലഭിപ്പാൻ യോഗ്യനാകും. അതു നിമിത്തം എൻ്റെ സ്വരൂപഭൂതൻ തന്നെ അവൻ എന്നുള്ള അനുഭവം ഉദിക്കും. സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമല്ലാതെയും അതിനാൽ തന്നെ എൻ്റെ സ്വരൂപമായും, അതായത് സായുജ, സാമീപ്യ, സാലോക്യ, സാരൂപ്യാദികൾ, കൈവല്യം, കേവല ഭാവം, രണ്ടില്ലായ്മ. ഈ കൈവല്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ രണ്ടില്ലായ്മ. അപ്പോൾ രണ്ടില്ലായ്മ എന്ന ശബ്ദത്താൽ പറയപ്പെടുവാൻ യോഗ്യമായുമിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ പ്രയാസം കൂടാതെ പ്രാപിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ജ്ഞാനാനന്ദ സ്വരൂപനായി ഭവിക്കുന്നു. ജ്ഞാനാനന്ദ സ്വരൂപൻ, അവരവരുടെ സ്വരൂപം ആനന്ദം അനുഭവിക്കലാണ്. അതിനാണ് ജ്ഞാനാനന്ദ സ്വരൂപൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, പ്രാരബ്ധാവസാനത്തിൽ അജ്ഞാതരൂപമായ കാരണശരീരത്തിൽ നിന്ന് മുക്തനായിരിക്കുന്ന ആ യോഗി ആ സ്ഥാനത്തിൽ നിന്ന് പിന്നെ ജനനമരണരൂപമായിരിക്കുന്ന സംസാരത്തെ പ്രാപിക്കുന്നില്ല. നസ പുനരാവർത്തതേ. അതാണ് അതിൻ്റെ മാനദണ്ഡം. എന്നുള്ള ശ്രുതിവാക്യത്തിൽ അടങ്ങിയ സാരത്തെ അവൻ മോക്ഷത്തെ പ്രാപിച്ചവൻ പിന്നെ ജനനമരണങ്ങൾക്ക് പാത്രമായി വരുന്നില്ല എന്നുള്ള സത്യത്തെ ഈ വിധം സ്പഷ്ടമാക്കി. ഇനി 30-ാമത്തെ ശ്ലോകം കൊണ്ട് ഈ അധ്യായം 27 കഴിയാണ്. ശ്രദ്ധിക്കുക. യദാനയോഗോ അപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്ജതേ അംബ അനന്യഹേ ദുഷ്വതമേ ഗതി സ്യാത് ആത്യാന്തകി എത്ര ന മൃത്യുഹാസ. മൃത്യു കൂടി നമ്മളെ നോക്കി ചിരിക്കും, അല്ലെങ്കിൽ മൃത്യുവിനെ നോക്കി നമുക്ക് ചിരിക്കാം. എങ്ങനെയാകുമ്പോൾ എനിക്ക് പുനരഭിജനൊന്നുമില്ല, എനിക്ക് ജനിച്ചാലല്ലേ മരണമുള്ളൂ. അതാണ് ആ തൻ്റെ ഇടം കാണിക്കുകയാണ്. മാതാവേ, അതായത് കപില ഭഗവാൻ പറയാണ്, മാതാവേ, യോഗത്താൽ വർദ്ധിച്ചു വന്നിരിക്കുന്നവയും അന്യകാരണത്തോടു കൂടാത്തവയുമായിരിക്കുന്ന മായകളിൽ സിദ്ധൻ്റെ മനസ്സ് എപ്പോൾ ആസക്തമല്ലാതിരിക്കുന്നുവോ, മായയിൽ ആസക്തമല്ലാതിരിക്കുമ്പോൾ ഉടനെ തന്നെ അപായരഹിതയായ എൻ്റെ പ്രാപ്തി, എന്നോടുകൂടെയുള്ള ചേർച്ച ഭവിക്കും. അപായമില്ലാത്തത് എന്നർത്ഥം, അഭയാണത്. യാതൊന്നിൽ മൃത്യുവിൻ്റെ പുഞ്ചിരി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മളെ നോക്കി അപഹസിക്കില്ല എന്നർത്ഥം. യമധർമ്മ രാജാവിന് കൂടി നമ്മളോട് ബഹുമാനം തോന്നുന്ന അവസ്ഥ. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തോട് കൂടിയിട്ട് 27-ാമത്തെ അധ്യായം കഴിയാണ്. ശ്രദ്ധിക്കുക. മേൽ വിവരിച്ച വിധം മോക്ഷപ്രാപ്തിക്ക് യോഗ്യനായ യോഗിക്ക് അണിമാദികളായ സിദ്ധികൾ വിഘ്നങ്ങളായി ഭവിക്കും. അതാണ് സിദ്ധികളുടെ പിന്നാലെ പോരുത് എന്ന് പറയും. വിവേകത്താൽ ആ വിഘ്നങ്ങളെ അതിക്രമിക്കണമെന്നുകൂടെ, വിവേകത്താൽ വേർതിരിക്കപ്പെടാൻ സാധിക്കുന്ന ബുദ്ധിയോടുകൂടി വിഘ്നങ്ങളെ അതിക്രമിക്കണമെന്നുകൂടെ സ്നേഹാതിശയ നിമിത്തം ഉപദേശിക്കുന്നു. ഹേ മാതാവേ, മുക്തിയെ വിഘ്നപ്പെടുത്തുന്ന അണിമാദികളായ അഷ്ടസിദ്ധികൾ യോഗമാഹാത്മ്യത്തിൽ നിന്ന് ജനിക്കും. യോഗമാഹാത്മ്യത്തിൽ നിന്ന്. കുട്ടികളില്ലാത്തവർക്ക് അനുഗ്രഹിച്ച് കുട്ടികളുണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ഇഷ്ടമുണ്ടോ? തൃഷ്ണ പറഞ്ഞൊരു വാക്കുണ്ട്. തൃഷ്ണ. മറ്റുള്ളവരുടെ ആരാധന പിടിച്ചു പറ്റാൻ വേണ്ടി ആധ്യാത്മികത്തെ ക്രയവിക്രയം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്.
ആ വക സിദ്ധികൾ ഉണ്ടാവാൻ യോഗം മാത്രമല്ലാതെ മറ്റു യാതൊരു വിധമായ കാരണവും ഇല്ല. മായയുടെ അന്തരംഗ വിലാസങ്ങളാകുന്ന ആ സിദ്ധികളിൽ യോഗിയുടെ മനസ്സ് പതിയായിരിക്കണം, പതിയാൻ പാടില്ല. അഥവാ പതിഞ്ഞു പോയാൽ അലൗകികങ്ങളായ സുഖസാധനങ്ങൾ അവൻ്റെ അവസരം കാത്തുകൊണ്ട് നിൽക്കുന്നത് നിമിത്തം മായാകാര്യങ്ങളായ അവയിൽ അവന് കൗതുകം ജനിച്ചു പോയാൽ പരമാനന്ദപ്രാപ്തി രൂപമായ മോക്ഷത്തെ അടയുന്നതിന് കാലവിളംബം നേരിടും. എന്തുകൊണ്ടാണ് സിദ്ധിയുടെ പിന്നാലെ പോരുതെന്ന് പറഞ്ഞത്? ഇതാണ് കാരണം. ആ വിഘ്നത്തിൽ നിന്നും നിവർത്തിക്കുമ്പോൾ പുനരാവൃത്തിരഹിതമായ കൈവല്യത്തെ അടയുന്നു. ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നവൻ്റെ നേർക്ക് മൃത്യു തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവന് മരണമില്ലെന്ന് സാരം. അതായത് അനശ്വരായി. യോഗസിദ്ധികളായ അണിമാദികളിൽ രമിച്ചു പോയാൽ അവൻ്റെ നേരെ മൃത്യു ഗർവത്തെ പ്രകാശിപ്പിക്കും. അവന് മരണവും അതിൽ പിന്നെ ജനനവും ഉണ്ടാകും എന്ന് സാരം. ഇങ്ങനെ ഇനിയത്തെ അധ്യായത്തിനുള്ള വിഷയത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ മോക്ഷസർഗ നിരൂപണ പ്രകരണേ മോക്ഷരീതി നിരൂപണം നാമ സപ്തവിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ